രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുംഭകോണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന് CBI. മുൻ UGC ചെയർമാൻ, വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങി സ്വയം പ്രഖ്യാപിത ആൾ ദൈവം രവിശങ്കർ മഹാരാജ് വരെ പങ്കാളികളായ വമ്പൻ അഴിമതിയുടെ വിവരങ്ങളാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ ജീർണത തുറന്നുകാട്ടുന്ന വിവരങ്ങളാണ് CBI നടത്തിയ അന്വേഷണത്തിലൂടെ വെളിപ്പെടുന്നത്. സ്വയം പ്രഖ്യാപിത ആൾ ദൈവം രവിശങ്കർ മഹാരാജ് എന്ന രാവത്പുര സർക്കാരിൻ്റെ പേരും CBI FIR-ലുണ്ട്. ഇയാളുടെ റായ്പൂരിലെ ശ്രീ രാവത്പുര സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ചുമായി ബന്ധപ്പെട്ട കൈക്കൂലി കേസിലാണ് CBI അന്വേഷണം ആരംഭിച്ചത്. അനുകൂലമായ പരിശോധന റിപ്പോർട്ട് നൽകുന്നതിനായി 55 ലക്ഷം രൂപ സ്വീകരിച്ചതിന് 3 ഡോക്ടർമാർ ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇടനിലക്കാരിൽ നിന്ന് കൈക്കൂലി തുകയും പിടിച്ചെടുത്തു. പിന്നാലെയാണ് വമ്പൻ കൈക്കൂലി റാക്കറ്റിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. UGC മുൻ ചെയർമാനും നിലവിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ചാൻസലറുമായ DP സിംഗ്, ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മെഡിക്കൽ സ്ഥാപനങ്ങളുടെ മേധാവികൾ എന്നിങ്ങനെ നിരവധി പേരുകളാണ് CBIയുടെ FIR-ലുള്ളത്. അഴിമതി നിരോധന നിയമപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ കൃത്രിമം കാണിക്കൽ, രഹസ്യ വിവരങ്ങൾ കൈമാറൽ, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിനായി കൈക്കൂലി വാങ്ങൽ, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം പുതുക്കുന്നതിൽ വ്യാപക അഴിമതി കണ്ടെത്തി. പരിശോധന ഷെഡ്യൂളുകൾ കൈക്കൂലി വാങ്ങി ചോർത്തി നൽകി. വ്യാജ ഫാക്കൽറ്റികളെ വിന്യസിച്ചു. ബയോമെട്രിക് ഹാജർ സംവിധാനങ്ങളിലടക്കം അഴിമതി കാണിച്ചതായും കണ്ടെത്തി. ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫയലുകളടക്കം ഫോട്ടോ എടുത്ത് ഇടനിലക്കാർക്ക് കൈമാറിയിട്ടുണ്ട്. സ്വയം പ്രഖ്യാപിത ആൾ ദൈവം രവിശങ്കർ മഹാരാജ് വിവാദത്തിൽപ്പെടുന്നത് ഇതാദ്യമല്ല. ഭൂമി കയ്യേറ്റം, അംഗീകാരമില്ലാത്ത കോളേജുകളുടെ നടത്തിപ്പ്, ആശ്രമങ്ങളിലെ സ്ത്രീ അനുയായികളെ മാനസികമായി പീഡിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ നേരത്തെ രവിശങ്കർ മഹാരാജിന്റെ ട്രസ്റ്റിനെതിരെ ചുമത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.